അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു 10 മിനിറ്റ് മതി ഒരു കൊച്ചു അടുക്കളത്തോട്ടം ചിട്ടപ്പെടുത്തിയെടുക്കാൻ. അത് നമ്മൾ വേറെ എന്തെങ്കിലും മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം മതിയാകും. നമ്മൾ കളയാനായിട്ട് എടുത്തു വെച്ച കുറേ സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാം. അപ്പം നമുക്ക് നമ്മുടെ കിച്ചൺ ഷെൽഫ് തപ്പി നോക്കാം അല്ലേ. അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാതിരിക്കില്ല. കണ്ടില്ലേ, കടുക് മൈക്രോ ഗ്രീൻസ് ആക്കി നമ്മൾ സാലഡിലും ബർഗറിലൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, ഡിപ്സിൽ വരെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് എടുക്കുക, ഇളകിയ മണ്ണ് ചട്ടിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൽ മണ്ണ് നിറച്ച്, പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ ഹോള് വെക്കാൻ മറക്കരുത്. അപ്പോൾ അതൊന്ന് വിതറിയിട്ട് 2 നേരം നനച്ചു കൊടുത്താൽ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ കടുക് മുളച്ചു വരും. പിന്നെ ജീരകമാണ്, ക്യുമിൻ സീഡ്സ്. അതും ഇതുപോലെ തന്നെ നമുക്ക് സാലഡിലാണെങ്കിലും ഡിപ്സിലും പിന്നെ കറികൾ, മല്ലിച്ചപ്പിന് പകരം ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല രസമുള്ളതാണ്, നല്ല ന്യൂട്രിയൻസും അടങ്ങിയ ഒന്നാണ്. പിന്നെ ഉള്ളത് മുളക് നമ്മൾ വറവിടാനും അതുപോലെ മുളക് പൊടിക്കുന്ന നമ്മൾ പൗഡറാക്കി വെക്കാനൊക്കെ യൂസ് ചെയ്യാറില്ലേ. അപ്പോൾ അതിൽ ആ ഡബ്ബിൽ നിന്ന് കുടഞ്ഞാൽ കുറേ വിത്തുകൾ കിട്ടും. അതും നമുക്ക് മണ്ണിലോട്ട് വിതറിയിട്ട് നനച്ചു കൊടുത്താൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ നല്ല ചെടി കിട്ടും. 2 മാസത്തിനകം കായൊക്കെ ഇടാൻ തുടങ്ങും. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഉലുവ നമ്മൾ ഒരു ദിവസം രാത്രി കുതിർത്തിട്ട് രാവിലെ ഇങ്ങനെ മണ്ണിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതും 2 നേരം നനച്ചാൽ നമുക്ക് ഉലുവച്ചീര കിട്ടുന്നതാണ്. ഇതിൻ്റെയും മൈക്രോ ഗ്രീൻസ് ആയിട്ട് സാലഡിലും ബർഗറിലൊക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ആരോഗ്യത്തിന് ബെസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടാക്കിയാലോ. അതിന് മല്ലി നമ്മൾ പൊടിപ്പിക്കാൻ മേടിച്ചതുണ്ടാവില്ല, അതൊന്ന് ഇങ്ങനെ എന്താ പറയുക, പതുക്കെ ഒന്ന് അമർത്തിയാൽ അത് 2 കഷ്ണമായിട്ട് മാറും. അത് വേണം, പെട്ടെന്ന് മുളച്ച് വരും. ഒരാഴ്ചക്കകം തന്നെ മല്ലിച്ചപ്പ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 1-2 മാസം പിടിക്കും മുളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ വാങ്ങിയ മല്ലിയുടെ അടിഭാഗം വേരുണ്ടെങ്കിൽ അത് നമുക്ക് മണ്ണിലോട്ട് നട്ട് വെച്ചാൽ മല്ലിച്ചപ്പ് കിട്ടും. അതുപോലെ തന്നെ പുതിനയുടെയും വെള്ളത്തിൽ മുക്കി വെച്ചാലും മതിയാകും. 1 കപ്പ് വെള്ളത്തിൽ നമുക്ക് പുതിനയും മല്ലിച്ചപ്പൊക്കെ മുക്കി വെച്ചാൽ അതിലും നമുക്കൊരു 3-4 ദിവസത്തോളം പറിച്ചെടുക്കാൻ മാത്രം എല്ലാം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ആ മുളച്ചത് പുതിനയുടെ ആണെങ്കിൽ വേര് മുളച്ചിട്ടുണ്ടാവും, അത് നമുക്ക് മണ്ണിലോട്ട് നട്ട് വെച്ചാൽ ഇഷ്ടം പോലെ മാസങ്ങളോളം നമുക്ക് പുതിനയും പറിച്ചെടുക്കാം. പിന്നെ ഉള്ളത് സ്പ്രിംഗ് ഒണിയൻ്റെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ ഭാഗം കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ ചട്ടിയിൽ നട്ട് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രഷ് സ്പ്രിംഗ് ഒണിയൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നാശമായി പോവില്ല. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ഫ്രഷ് ഒണിയൻ ലീവ്സ് തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പാലക്കിൻ്റെ അടിഭാഗം വേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അതുപോലെ ലെമൺ ഗ്രാസ് മേടിക്കുമ്പോൾ അതിനും വേരുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗം നട്ടുവെച്ചാൽ ഇങ്ങനെ ലെമൺ ഗ്രാസ് തൈകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവും. അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ടിൻ്റെ ഒക്കെ മേൽഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് അതും മണ്ണിലോട്ട് നട്ടുവെച്ചാൽ നമുക്ക് അത് ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുണ്ടാവുള്ളൂ കേട്ടോ, എല്ലായിടത്തും ഉണ്ടാവില്ല. അതുപോലെ തക്കാളിയുടെ വേസ്റ്റൊക്കെ ഇട്ടാൽ തക്കാളി ചെടികൾ ഇഷ്ടം പോലെ മുളച്ച് പൊന്തും. അതുപോലെ നമുക്ക് അടുക്കളത്തോട്ടമാക്കിയിട്ടും മാറ്റാവുന്നതാണ്. പിന്നെ വളം എന്ന് പറയുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ഇല്ലേ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അതൊന്ന് പുളിപ്പിച്ചിട്ട്, അതായത് 1 ദിവസം വെച്ചാൽ അത് പുളിക്കും. അതിൽ വെള്ളം കൂടുതൽ ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. കൂടെ മുട്ട നന്നായിട്ട് ക്ലീനായത് പൊടിച്ചിട്ട് അതും നമുക്ക് എല്ലാ ചട്ടികളിലും വിതറി കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചാലും പൗഡർ പോലെ ആവുമല്ലോ. അപ്പോൾ അത് മണ്ണിലോട്ടിട്ട് കൊടുത്താൽ അതും ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ വെജിറ്റബിൾ വേസ്റ്റ് എന്തുണ്ടെങ്കിലും നമുക്ക് അരച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മേലെ മണ്ണ് പുതച്ചാൽ ചെടികളൊക്കെ ഉഷാറായിട്ട് വളരും. പിന്നെ ചെടികൾ വളർത്താൻ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അരി വാങ്ങുന്ന ബാഗും പിന്നെ പ്ലാസ്റ്റിക് ഡബ്ബകൾ, ഐസ്ക്രീം ഡബ്ബ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഉപയോഗശൂന്യമായ ബോട്ടിൽസും ക്യാൻസും ഒക്കെ നമുക്ക് ചെടികൾ നട്ടു വളർത്താൻ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അടിഭാഗത്ത് തുള ഇട്ട് കൊടുക്കണം, അതായത് ഹോൾസ് ഉണ്ടായിരിക്കണം. ഒരു കമ്പി ചൂടാക്കിയിട്ട് പതുക്കെ കുത്തിക്കൊടുത്താൽ ഓട്ട വീഴും. അതിൽ നമുക്ക് മണ്ണ് നിറച്ചിട്ട് ചെടികൾ നടാവുന്നതേ ഉള്ളൂ. നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ.
അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് തരണം, ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.